ഹലോ ഗായ്സ്, എന്നെപ്പോലെ യൂട്യൂബിൽ ഇതുവരെ ഒന്നും ആകാത്തവരുണ്ടാവും. അപ്പോ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് തന്നെ ഇപ്പൊ 3-4 വർഷങ്ങളായി. ഇതുവരെയും ഒരു പുരോഗമനവും ഇല്ല കേട്ടോ. ചിലർക്കൊക്കെ പെട്ടെന്ന് 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയി എന്നൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ കൊതിയാവുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇത് യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 4 വർഷമായി കാണും. ഇതുവരെ ഒന്നും ആയിട്ടില്ല. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറച്ചുണ്ട്, പക്ഷെ വ്യൂസ് ഒന്നും കിട്ടാറേ ഇല്ല. ലോങ് വീഡിയോ ഇട്ടാൽ പിന്നെ പറയാൻ വേണ്ട, ഒട്ടും വ്യൂസ് കിട്ടത്തില്ല. ഇടയ്ക്ക് പിന്നെ ഷോർട്സ് ഇടുമ്പോഴാണ് 1K 2K ഒക്കെ വ്യൂസ് കിട്ടുന്നത്. പിന്നെ കുറെ ടിപ്സ് ഒക്കെ കാണാറുണ്ട്, യൂട്യൂബ് ടിപ്സ് ഒക്കെ കാണാറുണ്ട്. പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഓരോന്നൊക്കെ ചെയ്യണം, അതൊക്കെ പോയി ചെയ്യും. പക്ഷെ എന്നിട്ടൊന്നും എനിക്കങ്ങോട്ട് റീച്ച് കിട്ടാറേ ഇല്ല. പിന്നെ നല്ല കണ്ടന്റ് വേണം, നല്ല വീഡിയോ ഒക്കെ ഇടണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്ത് കണ്ടന്റ് ആണല്ലോ, നമ്മളെന്നും സ്ഥിരം ചെയ്യുന്ന ജോലികളൊക്കെ തന്നെ ഉള്ളു. പിന്നെ കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ ലൈവ് ഇടാനൊക്കെ നോക്കിയിരുന്നു. അപ്പൊ ലൈവ് ആദ്യം ഞാൻ കുഞ്ഞിന്റെ വീഡിയോസ് ഒക്കെ ലൈവ് ചെയ്തു. അപ്പൊ ലൈവ് ഒന്ന് കട്ടായി പോയായിരുന്നു. പിന്നെ അത് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി ലൈവ് ഒക്കെ ചെയ്യണം. പിന്നെ യൂട്യൂബെന്ന് തുടങ്ങുന്ന തന്നെ ഭയങ്കര ഒരു ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും, കാശ് കിട്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യണം, അങ്ങനെ പല ചിന്തകളിലൂടെയാണ് യൂട്യൂബ് തുടങ്ങുന്നത് തന്നെ. എല്ലാവരും വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പൊ ഓരോരുത്തരൊക്കെ ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന, അപ്പൊ ഫസ്റ്റ് ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ആണ് കണ്ടിട്ടുള്ളത്. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാ എനിക്ക് ഇതൊക്കെ അറിയാലോ, അങ്ങനെ ബോട്ടിലൊക്കെ എടുത്ത് വെച്ച് പെയിന്റ് ഒക്കെ മേടിച്ച് എന്നിട്ടൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്യാനൊക്കെ നോക്കി. അങ്ങനെയാണ് തുടങ്ങിയത് സ്റ്റാർട്ടിങ്ങില്. പിന്നീട് ആണ് കുക്കിംഗ് വീഡിയോസ് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനെ ചെയ്തു തുടങ്ങി. അപ്പൊ ഷോർട്ട് വീഡിയോസ് ഒക്കെയാണ് ഇട്ട് തുടങ്ങിയത് തന്നെ. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ കുറച്ച് നാൾ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു, ഒരു 3-4 മാസം. അപ്പോഴത്തേക്ക് ആദ്യം വാച്ച് അവർ കിട്ടിയതെല്ലാം പിന്നെയും പോയി. പിന്നെ ഇപ്പൊ ആദ്യം തൊട്ട് വീണ്ടും വാച്ച് അവറൊക്കെ കയറുന്നതേ ഉള്ളൂ. ഇനി എന്നാണാവോ 4000 വാച്ച് അവറൊക്കെ എത്തുന്നത്. ഇപ്പൊ ഇടയ്ക്കൊക്കെ യൂട്യൂബ് ടിപ്സ് ഒക്കെ കാണുമ്പോൾ അതീ പറയുന്ന 500 സബ്സ്ക്രൈബേഴ്സ് മതി, പക്ഷെ പിന്നെ വാച്ച് അവർ വ്യൂസ് ഒക്കെ പെട്ടെന്ന് കിട്ടും. പക്ഷെ പല ടിപ്സും ഐഡിയാസ് ഒക്കെ ഞാൻ നോക്കിയിട്ടൊന്നും എന്റെ ചാനലൊന്നും വർക്കാവുന്നില്ല. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? പുതിയ യൂട്യൂബേഴ്സിന്റെ ഒക്കെ വീഡിയോ ഞാൻ കാണാറുണ്ട്. അവർക്കൊക്കെ പെട്ടെന്നാണ് മോണിറ്റൈസേഷൻ ആയത്, നിങ്ങൾക്കും പറ്റും, അങ്ങനെയൊക്കെയുള്ള അവരുടെ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഞാനും അത്ഭുതത്തോടെ ഇങ്ങനെ എന്താ പറയാ, സ്വപ്നം കാണുന്നതാണ് കാര്യം. എനിക്കും യൂട്യൂബ് വരുമാനം കിട്ടുന്നതും ആ ഒരു ദിവസത്തെ പറ്റി അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ വീഡിയോ എന്തുകൊണ്ടും അങ്ങോട്ട് റീച്ച് ആവുന്നില്ല. എന്റെ വീഡിയോസ് ഒന്നും കൊള്ളാത്തതുകൊണ്ടാണ്, കണ്ടന്റ് ഒന്നും ശരിയല്ലാത്തതുകൊണ്ടാണ്, ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്, അതും എനിക്ക് തമ്പനെയിലൊന്നും നല്ലോണം എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല, അതൊക്കെ കൊണ്ടാവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാവാം റീച്ച് ആവാത്തത്. പക്ഷെ എന്നാലും ഒരു ദിവസം എനിക്ക് യൂട്യൂബിൽ വിജയിക്കണം. എന്നെ കളിയാക്കുന്നവരെ, എന്റെ ചുറ്റിനുള്ളവരെ, അതായത് കാശില്ല, പൈസ ഇല്ല, അപ്പൊ നമ്മളെ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്താലും നമ്മളൊന്നും കൊണ്ടൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുന്നവരുടെ മുമ്പേ ഒരിക്കലെങ്കിലും ഒന്ന് വിജയിച്ച് കാണിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. അതിന് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട വഴിയാണ് ഈ യൂട്യൂബ്. ഈ വീഡിയോ എടുക്കുന്നതും കുക്കിംഗ് ആണ് ഞാൻ ചെയ്യാറുള്ളത് എപ്പോഴും. അപ്പം അതിലൂടെ തന്നെ എനിക്ക് വിജയിക്കണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് എനിക്ക് വേണ്ടിയിട്ടുണ്ടാവണം. എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പിന്നെന്താ പറയാ, ഞാൻ എത്ര ആഗ്രഹിച്ചാലും എനിക്ക് വാച്ച് അവർ തരണമെങ്കിൽ വ്യൂസ് കിട്ടണമല്ലോ. ഈ വ്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രേക്ഷകരാണ്. എന്റെ വീഡിയോ കണ്ടാൽ മാത്രമല്ലേ എനിക്ക് വ്യൂസ് കിട്ടത്തുള്ളൂ. അതിലൂടെ മാത്രമാണ് എനിക്ക് യൂട്യൂബിലൂടെ ഒന്ന് വിജയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം വീട്ടിൽ മാത്രം ആയിപ്പോയ, എന്താ പറയാ, കുടുംബജീവിതത്തിലേക്ക് മാത്രമായിപ്പോയ ഒരു സ്ത്രീയാണ്. നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് ഒരു വരുമാന മാർഗം എന്ന രീതിയിൽ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഹെയർ ആക്സസറീസിന്റെ ഒക്കെ നോക്കിയിരുന്നു. പിന്നീട് ഇപ്പൊ കുഞ്ഞായതുകൊണ്ട് ഇപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതൊക്കെ സ്റ്റോപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്.
പിന്നെ പ്രത്യേകിച്ച് ഒരു വരുമാനവും നമുക്കില്ല. അപ്പം നമ്മളുടേതായ സ്വന്തമായിട്ട് അധ്വാനിച്ച് എന്തെങ്കിലും എന്റേതെന്ന് പറയാനായിട്ട് എനിക്ക് സമ്പാദിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചതാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എനിക്കൊന്ന് വിജയിച്ച് കാണിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ പിന്നീട് എന്താ പറയാ, എല്ലാവരെയും പോലെ ഞാനും ഈ ഒരു യൂട്യൂബർ ആണെന്നുള്ള ഒരു അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയണം മറ്റുള്ളവരോട്. അതിനെനിക്ക് യൂട്യൂബിലൊന്ന് മോണിറ്റൈസേഷൻ ആയെങ്കിൽ മാത്രമേ പറ്റൂ. എന്നാലേ ഒന്ന് ജീവിതത്തിലൊന്ന് വിജയിച്ചു എന്നുള്ള ഒരു ബോധം എനിക്കെങ്കിലും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒരുപാട് ആഗ്രഹത്തോടാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അന്ന് വിചാരിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു 3 മാസം കൊണ്ട് എനിക്കും പെട്ടെന്ന് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും, പല കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങിയതും. ആ ഒരു മൈൻഡ് ഇപ്പോഴും മനസ്സിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വിജയിക്കാൻ കഴിയും, വ്യൂസ് കിട്ടും, കുറെ വ്യൂസ് ഒക്കെ ആവും, മില്യണൊക്കെ ആവും, അങ്ങനെയൊക്കെ സ്വപ്നം കാണാറുണ്ട്. അപ്പം യൂട്യൂബ് ആണ് സത്യത്തിൽ എന്റെ ലോകം തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാനും അതൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനൊക്കെ. ഒരു പ്രത്യേക എത്ര സമയമില്ലെങ്കിൽ ഞാൻ സമയം കണ്ടെത്തി ഒരു ഷോർട്സ് എങ്കിലും ഇടണമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്.